കാരക്കാമുറി ഷൺമുഖൻ ഇത് കേൾക്കാത്ത ഒരു പ്രധാനപ്പെട്ട സിനിമ ആരാധകരോ സിനിമാക്കാരോ ഒന്നും കാണത്തില്ല. കാരണം അത്ര ഐക്കോണിക് ആയിട്ടൊരു ക്യാരക്ടറാണ്. ബ്ലാക്ക് എന്ന് പറയുന്ന സിനിമയാണ്. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ഈ സിനിമ നമ്മൾ തിയേറ്ററിൽ പോയി കാണുമ്പോൾ ഒരു റമദാൻ ദിവസം രണ്ട് പടം, മമ്മൂട്ടിയുടെ മോഹൻലാലിൻ്റെ പടങ്ങൾ അടുപ്പിച്ച് എനിക്ക് റിലീസാണ്. ഒന്ന് മാമ്പഴക്കാലം, ജോഷി സംവിധാനം ചെയ്ത മാമ്പഴക്കാലും, ഇപ്പുറത്ത് നമ്മുടെ രഞ്ജിത്ത് സംവിധാനം ചെയ്ത ബ്ലാക്കും. അത് ലാൽ ക്രിയേഷൻസിൻ്റെ പ്രൊഡക്ഷനിലാണ് ബ്ലാക്ക് അന്ന് റിലീസ് ചെയ്തിരിക്കുന്നത്. റഹ്മാൻ്റെ ഒരു പാട്ടും ഒക്കെ എല്ലാം, അമ്പലക്കര തെച്ചിക്കാവിൽ പൂരം എന്നൊക്കെ പറഞ്ഞ പാട്ടൊക്കെ സൂപ്പർ ഹിറ്റാണ്. അതായത് എല്ലാം കൊണ്ട് നല്ല രസമായിട്ടുള്ള പടം. ആ പടം ഒരു സൂപ്പർ ഹിറ്റ് സ്റ്റാറ്റസ് ആയിരുന്നു. ഇനീഷ്യൽ ഒരു രക്ഷയില്ലതാണ്. ഒന്ന് മമ്മൂട്ടിയുടെ പീക്ക് ടൈം നല്ല ഗംഭീര ഇനീഷ്യൽ നേടിക്കൊണ്ട് പോകുന്ന പടം, നല്ലപോലെ സൂപ്പർ ഹിറ്റ് സ്റ്റാറ്റസ് നേടിയ പടമാണ്. മെഗാ ഹിറ്റൊന്നും ആയില്ല. പക്ഷെ അതിന് ശേഷമാണ് ആ കഥാപാത്രത്തിൻ്റെ ഡയലോഗുകളായാലും അതിൻ്റെ രീതികളും സ്റ്റൈലിഷ് രീതികളും എല്ലാം ഭയങ്കര പോപ്പുലറായി. ഇത് വീണ്ടും വരികയാണ്. രഞ്ജിത്ത് വീണ്ടും ലോ ആൻഡ് ഓർഡർ എന്ന് പറഞ്ഞ പടത്തിനകത്ത് മമ്മൂട്ടിയുടെ കാരക്കാമുറി ഷൺമുഖൻ വീണ്ടും വരുന്നുണ്ട്. ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് വല്ല 10 മിനിറ്റ് വല്ല കാണത്തുള്ളായിരിക്കും. പക്ഷേ എനിക്കിതിൻ്റെ ട്രെയിലർ കണ്ടു. ട്രെയിലർ ഒരു കാശിന് കൊള്ളത്തില്ല. എനിക്ക് പേഴ്സണലായിട്ട് ഇഷ്ടപ്പെട്ടില്ല. ഒരു കാശിനുള്ള അതൊരു ട്രെയിലർ. ഇത് കാരക്കാമുറി ഷൺമുഖനെ രഞ്ജിത്ത് തന്നെ മിക്കവാറും ട്രോൾ മെറ്റീരിയൽ ആക്കാതിരുന്നാൽ മതിയായിരുന്നു. എനിക്കത് മാത്രമേ ഉള്ളൂ പേടി. കാരണം ഇത്രയും നല്ല ബിൽഡ് ചെയ്തൊക്കെ ചെയ്യുന്ന ഒരു ക്യാരക്ടർ. പലതും ആണല്ലോ. നമ്മളൊരു സാധനം എടുത്തു വെച്ചിട്ട് അതിന് രണ്ടാമത് എടുത്ത് അങ്ങ് കുളവാക്കും. ഇത് അതിനെക്കാട്ടി കുളവാക്കുമെന്നൊരു പേടിയുണ്ട്. കാരണം ഉദയകൃഷ്ണയാണ് ഇതിൻ്റെ സ്ക്രിപ്റ്റ് എഴുതിയിരിക്കുന്നത്. രഞ്ജിത്ത് ഇപ്പം അത്ര നല്ല രീതിയിലൊന്നും അല്ല സംവിധാനം ചെയ്യുന്നത്. പിന്നെ നമുക്ക് സിനിമ ഇറങ്ങുമ്പോഴേ പറയാൻ പറ്റത്തില്ല. ഇപ്പോൾ ഒന്നും പറയുന്നത് ശരിയല്ല. എന്നാൽ പോലും ട്രെയിലർ കാണുമ്പോൾ അതൊരു കുളവാക്കി എന്നുള്ളത് തോന്നുന്നുണ്ട്. ട്രോൾ മെറ്റീരിയൽ ആകാതിരുന്നാൽ ഭാഗ്യം. കാരണം ഇത്രയും ഗംഭീര ഒരു ക്യാരക്ടർ എല്ലാവരുടെയും മനസ്സിൽ അതൊരു ചിരപ്രതീക്ഷ നേടിയ സാധനമാണ്. അതിനെ കുളവാക്കല്ലേ എന്നുള്ള അഭ്യർത്ഥന മാത്രമേ ഉള്ളൂ. എന്തായാലും പടം 24-ാം തീയതി എങ്ങാണ്ട് റിലീസ് ചെയ്യും. സെപ്റ്റംബർ 24 കണ്ടോ റിലീസുണ്ട്. എന്തായാലും തിയേറ്ററിൽ വരുമ്പോൾ ബാക്കി കാണാം. എന്തായാലും ട്രെയിലർ കുളവാക്കിയിട്ടുണ്ട്. ബാക്കി നമുക്ക് സിനിമ കണ്ടിട്ട് പറയാം.